എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കാനഡയിൽ നിന്നും ഫണ്ട് വന്ന നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിപ്പിലെ സാമ്പത്തിക ഇടപാടുകളിൽ കോടികളുടെ തിരിമറി നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് ലഭിച്ചിരുന്നു. ഈ അടുത്ത കാലം വരെ ഈ ട്രസ്റ്റ് എറണാകുളം അതിരൂപതയുടെ പേരിലായിരുന്നു. ആ എറണാകുളം അതിരൂപതയുടെ പേരിൽ പ്രവർത്തിച്ചിരുന്ന ഈ ട്രസ്റ്റ് എന്നാൽ ഇപ്പോൾ പ്രസിഡന്റായ മെത്രാൻ കേരളത്തിന് പുറത്ത് സ്ഥലം മാറിപ്പോയതോടെ മെത്രാന്റെ പേരിൽ സ്വകാര്യ ട്രസ്റ്റായി മാറി. ഈ ട്രസ്റ്റ് സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ 965 മാർ അഗസ്റ്റിൻ കണ്ടത്തിലായിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റായ മെത്രാൻ കാനഡയിൽ പോയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാനഡയിൽ നിന്നും ഫണ്ട് ഒഴുകിയെത്തി. അത് കാണിച്ച് സ്വാധീനം ചെലുത്തിയാണ് മെത്രാൻ സ്ഥാനം വാങ്ങിയെടുത്തതെന്ന ഒരു കരക്കമ്പിയുണ്ട്. ഇപ്പോൾ ഈ ട്രസ്റ്റ് നടത്തിപ്പ് മെത്രാൻ പ്രസിഡന്റ് എറണാകുളം അതിരൂപതയിലെ ചില വിമത നേതാക്കളും ചേർന്നാണ്. 1400 കോടി വിദേശ ഫണ്ട് ലഭിച്ചുവെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. ആ പണത്തിന്റെ ഒരംശം സഭയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് പഴമക്കാർ പറയുന്നത് പോലെ കാനഡ ഫണ്ട് കണ്ടപ്പോൾ പല മെത്രാന്മാരും കൂടെ കൂടി. മെത്രാന്മാർ മാത്രമല്ല, വൈദികരെയും ചുരുക്കം ചില വിശ്വാസികളെയും പർച്ചേസ് ചെയ്യാനും ഈ പണം ഉപകരിച്ചുവെന്നും അരമനയുടെ അകത്തളങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. 2000 കോടിയിലധികം മിനിമം ആസ്തിയുള്ള സഭയുടെ പേരിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് തിരിച്ചുപിടിക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം. വത്തിക്കാൻ ഇടപെടണം. എങ്കിൽ മാത്രമേ സീറോ മലബാർ സഭ വിമത പ്രവർത്തനങ്ങൾ, മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം രക്ഷപ്പെടും. സഭ രക്ഷപ്പെടണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റൂ. ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ മാസം 21-ാം തീയതി 27-ാം തീയതി ഒക്കെ എറണാകുളം ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ 2 ദിവസങ്ങളിലും ഹാജരാകാതെ വീണ്ടും ഡേറ്റ് നീട്ടി വാങ്ങിയെന്നാണ് അറിയുന്നത്. സഭാതർക്കം തീരണമെങ്കിൽ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം സഭ ഏറ്റെടുത്താൽ മാത്രമേ സാധിക്കൂ എന്നാണ് മുഴുവൻ വിശ്വാസികളുടെയും അഭിപ്രായം. ഇന്നത്തെ സാഹചര്യത്തിൽ ദുർബല നേതൃത്വത്തിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്തായാലും സർക്കാർ അന്വേഷണ ഏജൻസികൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാലും സഭ രക്ഷപ്പെടും. അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ സഭ നേരെയാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ മറ്റ് ക്രൈസ്തവ സഭകളുടെ മുന്നിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ പോലും സീറോ മലബാർ വിശ്വാസികൾ തലകുനിക്കേണ്ട സ്ഥിതിയാണ്. പരിഹാസങ്ങൾ കേട്ട് മടുക്കുന്നു. പലരും ഈ സഭ വിട്ടുപോകുന്നു. ഈ സ്ഥിതിയൊക്കെ മാറണം, മാറിയേ പറ്റൂ.